മുസ്ലിം പള്ളികൾ, ക്രിസ്ത്യൻ പള്ളികൾ സന്ദർശിച്ച് കൂടെ സന്ദർശിച്ച് ഒരു റിപ്പോർട്ട് വന്നതാണ് ജന്മഭൂമിയുടെ. സുരേഷ് കോഴിയും കാസർഗോഡ് സ്ഥാനാർത്ഥിയാണ് അത്ര അശ്വിനിയും. അവരൊന്നും പറയില്ല, പക്ഷെ അവരുടെ മനസ്സിൽ നെരിപ്പോടായിട്ട് ചില കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ കുറെ ചോദ്യങ്ങൾ അവരുടെ മനസ്സിലുണ്ട്, പക്ഷെ അവരുടെ മര്യാദ കൊണ്ടത് പുറത്തേക്ക് വരുന്നില്ലെന്ന് മാത്രം. കുറെ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാം, ഒരു 15 ചോദ്യങ്ങൾ. ഉത്തരമുണ്ടെങ്കിൽ പറയടാ സുരേഷ് കോഴി. ബാബറി മസ്ജിദ് പൊളിച്ചത് തകർത്തത് ശരിയാണോ? ഞാൻ വാബി തകർക്കാൻ പോകുന്നത് ശരിയാണോ? ഈദ്ഗാഹ് ശരിയാണോ? പായൂർ പള്ളി തകർക്കുന്നത് ശരിയാണോ? ഗുജറാത്തിലെ ഉന്മൂലനം ശരിയായിരുന്നോ? ബിൽക്കിസ് ബാനുവിനെ ബലാത്സംഗം ചെയ്ത് എല്ലാവരെയും കൊന്നത് ശരിയാണോ? ബീബ് ഭക്ഷിക്കരുത് ശരിയാണോ? ഹിജാബ്, ജിഹാദ് ഇതിന്റെ പേരിൽ കളിയാക്കുന്നത് ശരിയാണോ? കൊറോണ പടർത്തിയത് തബ്ലീഗുകാരാണോ? അർത്തുങ്കൽ പള്ളി, പായൂർ പള്ളി, തൃശ്ശൂരിലെ പുത്തൻപള്ളി ഒക്കെയും തകർക്കണം എന്ന് പറയുന്നത് ശരിയാണോ? ഉത്തരം പറയടേ. നീ നാണവും മാനവും ഇല്ലാത്തവനെ, നീ ഉത്തരം പറ. എവിടേക്ക് ചെന്ന് കേറുന്നുണ്ടല്ലോ. അവർ ചോദിച്ചാൽ തലയും താത്തി നിൽക്കേണ്ടി വരില്ലടാ, നാണവും മാനവും ഇല്ലാത്തവനെ. മണിപ്പൂരിലും പോയിട്ടില്ല, ഇവനും പോയിട്ടില്ല, ഇവന്റെ കോപ്പൻ നരേന്ദ്രമോദിയും പോയിട്ടില്ല. ഇവിടെ കിടന്ന് നാട്ടക്കുകയാണ്. നമസ്കാരം. മുസ്ലിം പള്ളികൾ സന്ദർശിച്ച് സുരേഷ് കോഴിയും പിന്നെ വേറൊരുത്തി അശ്വിനി, അതേതാണ് എനിക്കറിയില്ല, സ്ഥാനാർത്ഥിയെന്ന് തോന്നുന്നുണ്ട്. അതെ, സ്ഥാനാർത്ഥി ML അശ്വിനി. മുസ്ലിം പള്ളികളിൽ BJP സ്ഥാനാർത്ഥികൾ പോവില്ല എന്നുള്ള വിമർശനത്തിന് ചുട്ട മറുപടി. ജന്മഭൂമിയുടെ ന്യൂസാണ് കേട്ടോ. മുസ്ലിം പള്ളികളിൽ സന്ദർശനം നടത്തി BJP സ്ഥാനാർത്ഥികളായിട്ടുള്ള സുരേഷ് ഗോപിയും ML അശ്വിനിയും. മുസ്ലിം പള്ളികളിൽ ആർക്കും പോകാം. അവിടെ മുസ്ലിം പള്ളികളുടെ അകത്തേക്ക് നിങ്ങൾ മുസ്ലിമിന് എതിരാണല്ലോ, അതുകൊണ്ട് ഇങ്ങോട്ട് കയറരുതെന്ന് പറയില്ല. നിങ്ങൾക്കറിയില്ലെങ്കിൽ പറഞ്ഞു തരാം. ആർക്ക്? ഈ കേൾക്കുന്ന നിങ്ങൾക്കല്ല, ഈ സുരേഷ് കോഴിക്കും അശ്വിനി ജന്മഭൂമി വിസർജനം പാർട്ടികൾക്ക് അറിയില്ലെങ്കിൽ പറഞ്ഞു തരാം. പണ്ട് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇക്രിമ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഇക്രിമ, അബൂജഹലുണ്ടായിരുന്നു. അപ്പം അബൂജഹലും വളരെ നിശ്ചിതമായിട്ട് ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ആളാണ്. വളരെ നിശ്ചിതമായിട്ട് കൊല്ലാൻ ശ്രമിച്ചതാണ് നബി തിരുമേനിയെ. അവസാനം ഇക്രിമയ്ക്ക് അറിയാം, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരൊറ്റ വെട്ടിന് രണ്ടാക്കി മാറ്റും. ആര്? പ്രവാചകൻ എന്ന് ഇക്രിമ കരുതി. ഏതായാലും ഇക്രിമ, ഞാനിനി ആ ഭാഗത്തേക്കില്ല, ഞാൻ യമനിലേക്ക് പോവുകയാണ്, നാട് വിട്ട് പോവുക. അപ്പം ആരോ പറഞ്ഞു, ഹിന്ദ് മറ്റോ ആണ്, മറ്റേ സൂഫിയാന്റെ ഭാര്യയോ മറ്റോ പറഞ്ഞു, അങ്ങനെയുള്ള ഒരാളല്ല പ്രവാചകൻ. അദ്ദേഹത്തിന് മനുഷ്യന്മാരോടൊന്നും, ഈ ലോകത്തിൽ ഒരു ജീവിയോടും അദ്ദേഹത്തിന് സൗഹൃദമല്ലാതെ, സ്നേഹമല്ലാതെ, സാഹോദര്യമല്ലാതെ ഒന്നുമില്ല. നീ അങ്ങോട്ട് ചെല്ല്. അവസാനം പേടിച്ച് വിറച്ച് മന്ദമന്ദം അദ്ദേഹത്തിന് അടുത്ത് ചെന്നു. ഒന്നും സംഭവിച്ചില്ല. വളരെ സ്നേഹത്തോടുകൂടി സ്വന്തം മകനെ സ്വീകരിക്കുന്ന പോലെ സ്വീകരിച്ചത്. അതാണ് മുസ്ലിങ്ങൾ. ആ പാരമ്പര്യ മുസ്ലിങ്ങളുടേത്. നിങ്ങളവരെ മൂക്കത്തിൽ കുത്തുകുത്തിയാലും അവരടുത്തേക്ക് ചെന്ന് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ അവർ സഹായിക്കും. അത് ഒരർത്ഥത്തിൽ വിഡ്ഢിത്തരമല്ലേന്ന് നമ്മളെപ്പോലുള്ളവർക്ക് തോന്നാം. പക്ഷെ അവർക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം അവർക്ക് കിട്ടേണ്ടുന്ന അവർ ചെയ്യുന്ന മഹത്തായിട്ടുള്ള കാര്യങ്ങൾക്ക് അവർക്ക് തിരിച്ചു കിട്ടേണ്ടുന്ന ഫലം, കർമ്മഫലം, അത് ഇവിടെ ആരും ഇവിടെ എല്ലാ ആൾക്കാരും കൊടുക്കേണ്ടത്, ഒരു ഗവൺമെൻറ്റും അല്ല കൊടുക്കേണ്ടത്. അത് കൊടുക്കേണ്ടത് അള്ളാഹുവാണ് കൊടുക്കേണ്ടത്. അവിടെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. മുസ്ലിം പള്ളികൾ കയറി ചെന്ന് കഴിഞ്ഞാൽ അവരൊരിക്കലും നിങ്ങളുടെ ആളുകളല്ലേ ഞങ്ങളുടെ പള്ളി പൊളിച്ചതെന്ന് ചോദിക്കില്ല കേട്ടോ. പക്ഷേ ആ മനസ്സിൻ്റെ ഉള്ളിൽ അതൊക്കെ ഉണ്ടാകും, അത് വേറെ കാര്യം. സുരേഷ് കോഴി തൃശ്ശൂർ ജില്ലയിലെ മുസ്ലിം പള്ളികൾ സന്ദർശിക്കാനുള്ള അവസരം ഉപയോഗപ്പെടുത്തുമെന്ന് മാത്രമല്ല, അദ്ദേഹം റംസാൻ നോമ്പ് തുറക്കാനുള്ള അവസരം വരെ വിനിയോഗിക്കുന്നു. വോട്ടിന് വേണ്ടി, അല്ലാണ്ട് പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇതാണ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലിസ്റ്റ് നടത്തല്ലേ ഇവരുടെ പരിപാടി.
പൊളിക്കാനുള്ള പള്ളിയുടെ, പൊളിച്ചു കഴിഞ്ഞ പള്ളിയുടെ, ഏറ്റവും ഒടുവിൽ ഇരിഞ്ഞാലക്കുടയിലുള്ള കട്ടുങ്ങാച്ചിറ ജുമാ മസ്ജിദ് പള്ളിയിൽ സന്ദർശനം നടത്തിയ ഈ കോഴി അയാളുടെ വീഡിയോ വളരെ വൈറലായിട്ട് പ്രചരിക്കുകയാണ്. ക്രിസ്ത്യൻ പള്ളികളിൽ മാത്രമേ സുരേഷ് ഗോപി പോകൂ, മുസ്ലിം പള്ളികളിൽ സുരേഷ് ഗോപി പോവില്ല എന്നുള്ള ചില ദുർമാർഗികളുടെ വ്യാജ പ്രചരണം തകർത്തെറിഞ്ഞ് സുരേഷ് ഗോപി മുന്നേറുന്നു. എന്നെ പിന്തുണയ്ക്കണം, അത് ദ്രോഹമാവില്ല. തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഞാൻ തൃശ്ശൂരിന്റെ മാത്രം MP ആയിരിക്കില്ല, ഞാൻ ലോകത്തിന്റെ മുഴുവൻ MP ആവുന്ന പറഞ്ഞപ്പോൾ വികസനത്തിന്റെ കാര്യത്തിൽ ജാതിയില്ലാത്തവർക്കും ഉള്ളവർക്കുമായി തുല്യമായിട്ട് പങ്കുവയ്ക്കാവുന്ന വികസനത്തിന് വേണ്ടി നിൽക്കും. പ്രീണനം ഒരിക്കലും ഉണ്ടാവില്ല. അന്ന് ഞാൻ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കും. ഏത് സിനിമയിലത്തെ ഡയലോഗ? എന്തായാലും അവര് ട്രഡീഷണൽ ആയിട്ട് സ്വീകരിച്ചു. കാരക്കയും വെള്ളവും കൊടുത്താണ് ആ മതപണ്ഡിതൻ ഇവനെ സ്വീകരിച്ചത്. പിന്നെ കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിയത്തിന് ഭയങ്കര വെല്ലുവിളി. ഈ 20 മണ്ഡലങ്ങളിലും വെല്ലുവിളി ഉയർത്തിയിരിക്കുകയാണ് BJP-ക്കാര് എന്നാണ് അവര് പറയുന്നത്. ദൈവം തമ്പുരാനാണേ BJP-ക്കാർക്ക് തന്നെ അറിയാം എല്ലായിടത്തും കിട്ടാൻ പോകുന്നത് വട്ടപൂജയായിരിക്കുന്നു. ഒരു വെല്ലുവിളിയുമില്ല. ഏതായാലും ML അശ്വിനി അവരും അവിടുത്തെ മുസ്ലിങ്ങൾ ബിസിനസ് നടത്തുന്ന മാർക്കറ്റുകളിലും മുസ്ലിം പള്ളികളിലും കയറി ഇറങ്ങുകയാണ്. പരമാവധി വോട്ടർമാരെ ജാതി മത വ്യത്യാസമില്ലാതെ കണ്ടുമുട്ടാനുള്ള ശ്രമം. വിജയിച്ചു കഴിഞ്ഞാൽ കാസർഗോഡ് എയിംസ് കൊണ്ടുവരും, കാസർഗോഡ് 4 വിമാനത്താവളം കൊണ്ടുവരും എന്നും പറയാലോ. കാസർഗോഡ് ജുമാ മസ്ജിദിൽ സന്ദർശനം നടത്തി അവിടുത്തെ മുസ്ലിം മതപണ്ഡിതനോടും മറ്റ് കമ്മിറ്റി അംഗങ്ങളോടും വോട്ട് ചോദിക്കുന്ന ML അശ്വിനിയുടെയും വീഡിയോയും വൈറലാണ്. ഇവിടെ ഇതൊരു വാർത്തയാണ് കേട്ടോ, ഇതൊരു വാർത്തയാണ്. അവിടെ കയറി ചെല്ലുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ നിന്ന് ഉദ്ഭൂതമാകുന്ന, നാക്കിൽ നിന്ന് വാക്കായിട്ട് പുറത്തു വരാത്ത ചില ചോദ്യങ്ങളുണ്ട്. ആതിഥ്യമര്യാദ കാണിക്കും, അവരതൊന്നും ചോദിക്കില്ല, അത് വേറെ കാര്യം. പക്ഷെ അവരുടെ മനസ്സിലുണ്ട്. കാരണം അവര് മനോവികാസം ഇല്ലാത്തവരല്ലല്ലോ, ഓർമ്മിക്കാനുള്ള ശേഷിയില്ല, നഷ്ടപ്പെട്ടു പോയവർ, ഓർമ്മ നഷ്ടപ്പെട്ടു പോയവരല്ലല്ലോ. ഒരു 10-15 ക്വസ്റ്റ്യൻ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിലപ്പുറമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നിങ്ങൾ ചോദിക്കുക. മിസ്റ്റർ സുരേഷ് ഗോപി, അലിയോ അശ്വിനി, ഇവർ രണ്ടുപേരോടാണ് ചോദ്യം കേട്ടോ. ചോദ്യം നമ്പർ 1, ബാബറി മസ്ജിദ് തകർത്തത് ഒരു ശരിയായിട്ടുള്ള നടപടിയായിരുന്നോ? ചോദ്യം ആവർത്തിക്കാം. ബാബറി മസ്ജിദ് തകർത്തത് ഒരു ശരിയായിട്ടുള്ള നടപടി ആയിരുന്നോ? ഉത്തരം എന്താണ്? ശരിയായിട്ടുള്ള നടപടിയായിരുന്നു. അങ്ങനെയാണോ ഉത്തരം? അങ്ങനെയാണെങ്കിൽ ഉത്തരം, അത് നിങ്ങളുടെ ഉത്തരം, അത് സമ്മതിച്ചു. ബാബറി മസ്ജിദ് തകർത്തത് ശരിയായില്ല, അങ്ങനെയാണ് ഉത്തരം, അതും സമ്മതിച്ചു. ഉത്തരം കേട്ടാൽ മതി. രണ്ടാമത്തെ ചോദ്യം, ജ്ഞാൻവാബി അഥവാ ജ്ഞാൻവാബി പള്ളി പൊളിക്കണം എന്ന് പറയുന്നത് ശരിയാണോ? ജ്ഞാൻവാബി പള്ളി പൊളിക്കണം എന്ന് പറയുന്നത് ശരിയാണോ? മധുരയിലെ ശ്രീകൃഷ്ണ ജന്മസ്ഥലം, കൃഷ്ണ ജന്മഭൂമി, വ്രജം മറ്റോണം തോന്നുന്നുണ്ട്, ഈദ്ഗാഹ് പള്ളി പൊളിക്കണം എന്ന് പറയുന്നത് ശരിയാണോ? ഔറംഗസേബിന്റെ കാലഘട്ടത്തിൽ ചക്രവർത്തിയായിരുന്ന ഔറംഗസേബിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹമാണ് അമ്പലം പൊളിച്ച് അവിടെ പള്ളി പണിത് അത്രേ. അതുകൊണ്ട് ആ പള്ളി പൊളിച്ച് അവിടെ അമ്പലം പണിയണം എന്ന് പറയുന്നത് ശരിയാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ ഈ തൊള്ളപ്പാറന്മാർക്ക് എന്ത് മറുപടിയാണ് പറയാനുണ്ടാകുക? ശരീരത്തിന്റെ ഏതെങ്കിലും രോമകൂപത്തിനകത്ത് നാണമുണ്ടെങ്കിൽ, മാനമുണ്ടെങ്കിൽ, ഒരു മുസ്ലിമിന്റെ മുഖത്ത് തല ഉയർത്തി നോക്കാൻ ഇവിടുത്തെ ഏതെങ്കിലും സംഘപരിവാറികൾക്ക് കഴിയുന്നു തോന്നുന്നുണ്ടോ? അത്രയും ദാരുണമായിട്ടുള്ള കാര്യങ്ങളല്ലേ അവർ ചെയ്തു വെച്ചത്. ഇപ്പൊ വോട്ടിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്ക് ഞാൻ പറയാം,
വാപ്പയുടെയും ഉമ്മയുടെയും പേര് മറന്നു പോകാത്ത, പ്രവാചകന്റെ ജീവിതചര്യ ഓർമ്മയിൽ നിന്ന് തേഞ്ഞു പോകാത്ത ഏതെങ്കിലും ഒരു മുസൽമാൻ കേരളത്തിൽ ഈ തെമ്മാടികൾക്ക് വോട്ട് ചെയ്യുന്നു തോന്നുന്നുണ്ടോ? ഗുജറാത്തിൽ നടത്തിയ വംശീയമായിട്ടുള്ള ഉന്മൂലനം, അനിഹിലേഷൻ, ഹേ സുരേഷ് ഗോപി, അത് ശരിയായിരുന്നോ? അത് ശരിയായിരുന്നോ? ബിൽക്കിസ് ബാനുവിന്റെ വീട്ടിൽ കയറി അവരുടെ മുമ്പിലിട്ട് 7 പേരെ കൊന്നത് ശരിയായ നടപടിയായിരുന്നോ? 1.5 വയസ്സുള്ളവരെ കുട്ടിയെ തറയിൽ അടിച്ചു കൊന്നത്, അതടക്കമുള്ള അതിനുശേഷം 12 BJPക്കാർ, RSSകാർ, സംഘ പരിവാറികൾ അവരുടെ കാമം തീർത്തു. അന്ന് വെറും 26-27 വയസ്സുള്ള ബിൽക്കിസ് ബാനുവിന്റെ ശരീരത്തിൽ. എന്നിട്ട് ആ ശരീരം ബാക്കി ഇട്ടിട്ടാണ് പോയത്. അതും കൂടി നശിപ്പിച്ചിരുന്നെങ്കിൽ ഈ കാര്യമൊന്നും നമ്മൾ അറിയില്ല, ചർച്ച ചെയ്യില്ല. ആ ബിൽക്കിസ് ബാനു ഈ കേസിന്റെ പുറകിൽ ജന്മം മുഴുവൻ തപമാക്കിയിട്ട് അവർ നടന്നു. അവസാനം കോടതികളുടെ മേലെ അവസാനം സുപ്രീം കോടതി അവരെ തടവിലിട്ടു. അവരെ വെറുതെ വിടാൻ ഉത്തരവായി അടുത്ത കോടതി. അവിടെ എന്താ, നിയമത്തിന് വൈരുദ്ധ്യാധിഷ്ഠിതമായിട്ട് വ്യാഖ്യാനങ്ങളാണോ? ഒരു കോടതിക്കും മറ്റൊരു കോടതിക്കും നിയമം എത്ര തരമാണ് ഇവിടെ? അവരെ പുറത്തുവിട്ട സമയത്ത് ലഡ്ഡു കൊടുത്ത് മാലയിട്ട് പൊട്ടുതൊട്ട് സ്വീകരിച്ച നടപടി എന്താ നിങ്ങളുടെ അഭിപ്രായം അതിനെക്കുറിച്ച്? എന്താണ് സുരേഷ് കോഴി, തനിക്ക് എന്താ പറയാനുള്ളത്? അപ്പൊ നിൽക്കുന്നത് മസ്ജിദിലാണ് നിൽക്കുന്നത്, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങളാണ് നിൽക്കുന്നത്. അവർ ചോദിക്കില്ല, അത് അവരുടെ മാന്യത, അവരുടെ മര്യാദ. പക്ഷേ തന്നോട് ഞങ്ങൾക്ക് ചോദിക്കാൻ ചില ചോദ്യങ്ങളുണ്ട്, അതാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ബീഫ് ഭക്ഷിക്കരുത്, ബീഫ് ഭക്ഷിക്കാൻ കയറ്റുമതി ചെയ്യാം, അതിന് സംഘ പരിവാറികൾക്ക് വിഷമവുമില്ല. ബീഫാന്ന് സംശയം തോന്നി കഴിഞ്ഞാൽ തല്ലിക്കൊല്ല. അത് നമ്മളെ ഇന്ത്യ കണ്ടതാണ്. എന്ത് കഴിക്കണം അത് ഞങ്ങൾ തീരുമാനിക്കും, എന്ത് സംസാരിക്കണം, ഏത് ഭാഷയിൽ സംസാരിക്കണം അത് ഞങ്ങൾ തീരുമാനിക്കും, എന്ത് ഡ്രസ്സ് ഇടണം, ഹിജാബ് പാടുണ്ടോ പാടില്ല അത് ഞങ്ങൾ തീരുമാനിക്കും എന്നുള്ള സംഘപരിവാറിന്റെ വൈകൃതാത്മകമായിട്ടുള്ള ജൽപ്പനത്തെക്കുറിച്ച് എന്തു പറയുന്നു നിങ്ങൾ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഉത്തരം പറയുക. ഹിജാബിന്റെ പേരിൽ അങ്ങ് മുതൽ ഇങ്ങു വരെ ലഹളയുണ്ടായി, ഇപ്പോഴും ലഹള നടന്നുകൊണ്ടിരിക്കുന്നു. ശരീരത്തിൽ വസ്ത്രമില്ലാതെ ആട്ടവും പാട്ടവും നടത്തിക്കഴിഞ്ഞാൽ അതിന് പ്രശ്നമില്ല. വസ്ത്രം ധരിച്ചാലാണ് പ്രശ്നം. വസ്ത്രം ഊരിക്കളയാൻ ശ്രമിക്കുന്നവൻ ദുശാസനനാണ് ഹേ. വസ്ത്രം ഇട്ടുകൊടുക്കുന്നവൻ ശ്രീകൃഷ്ണ പരമാത്മാവാണ് ഹേ. നിങ്ങളിപ്പോൾ വസ്ത്രം ഊരാനാ പറയുന്നത്. എൻ്റെ തന്നെ കമന്റ് ബോക്സിന് താഴെ കാണാം, വസ്ത്രം ഊരടോ. അതിന് മറുപടി ഞാൻ കൊടുക്കേണ്ടത് നിന്റെ അമ്മയ്ക്ക് കാണാനോ, നിന്റെ പെങ്ങൾക്ക് കാണാനോ, നിന്റെ മോൾക്ക് കാണാനോ, നിന്റെ ഭാര്യയ്ക്ക് കാണാനോ? എങ്കിൽ ഞാൻ വീട്ടിലേക്ക് വരാവിടെ സൗകര്യമായിട്ട് കാണിച്ചു കൊടുക്കാം. അങ്ങനെ തന്നെ ഞാൻ പറയാറുണ്ട്. ഇതും സന്യാസിയുടെ ലാംഗ്വേജാണ്. അധർമ്മത്തിന്റെ മർമ്മം ഭേദിക്കാൻ പുറപ്പെടുന്ന ധർമ്മിക്ക് ആവശ്യമായിട്ട് വരുമ്പോൾ അധർമ്മത്തിന്റെ തന്നെ കഞ്ചുകമെടുത്ത് അണിയാനുള്ള അവകാശം ശ്രീകൃഷ്ണ പരമാത്മാവ് കൊടുത്തിട്ടുണ്ട്. നിമിത്തമാത്രം സവ്യസാചുർ നിമിത്തമാത്രമാകുക, ധർമ്മപൂർവമുള്ള കർമ്മം ചെയ്യുക. അധർമ്മത്തിന്റെ മർമ്മം ഭേദിക്കാൻ അധർമ്മത്തിന്റെ തന്നെ കഞ്ചുകമണിയേണ്ടി വരും പലപ്പോഴും. ജിഹാദ് ധർമ്മയുദ്ധം എന്ന അർത്ഥം, പക്ഷേ ഇവിടെ അതിന്റെ അർത്ഥം മാറ്റി. ജിഹാദ് എന്ന് പറഞ്ഞാൽ തെമ്മാടിത്തരം കാണിക്കുന്നവൻ, ജിഹാദി എന്ന് പറഞ്ഞാൽ തെമ്മാടിത്തരം കാണിക്കുന്നവൻ, ആളുകളെ കൊല്ലുന്നവൻ, തട്ടിക്കൊണ്ടു പോകുന്നവൻ,
ആട് മേയ്ക്കാൻ വേണ്ടി അവർ ലൈംഗിക അടിമകളാക്കി മാറ്റുന്നവൻ എത്ര ആൾക്കാരെ ഇവിടെ കൊണ്ടുപോയിട്ടുണ്ട്, ഏതെല്ലാം പോലീസുകളുടെ കേസുണ്ട്. 30,000 40,000 കണക്കൊയ്യും പറഞ്ഞല്ലോ, സിനിമ ഇറക്കിയല്ലോ. അതിനെക്കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? കേരള സ്റ്റോറിയെ കുറിച്ച് താനൊരു സിനിമാക്കാരനല്ലേ, എന്താണോ തൻ്റെ അഭിപ്രായം? അതിൻ്റെ സത്യമായിട്ടുള്ള വശത്തെക്കുറിച്ച് തനിക്ക് എന്തിനും പറയാനുണ്ടോ? കൊറോണ പടർത്തിയത് തബ്ലീഗുകാരാണെന്ന് പറഞ്ഞു ഡൽഹിയിലുള്ള സമയത്ത്. അവൻ ചത്തുപോയി. അവനൊരു കൊറോണയായിരുന്നു, യൂട്യൂബിലൂടെ ഇങ്ങനെ പടർത്തുകയായിരുന്നു ഒരു ശാസ്ത്രജ്ഞൻ. കൊറോണ പടർത്തിയത് തബ്ലീഗുകാരാണ്. അതിന്റെ പേരിൽ അവർ ഒരുപാട് സങ്കടങ്ങൾ സഹിച്ചു. എന്താണ് തൻ്റെ അഭിപ്രായം അതിനെക്കുറിച്ച്? അർത്തുങ്കൽ സെന്റ് ആൻഡ്രൂസ് ബസലിക്ക പൊളിക്കണം, TG ഹരിദാസോ മറ്റോ പറഞ്ഞത്, RSSകാര്. അർത്തുങ്കൽ സെന്റ് ആൻഡ്രൂസ് ആ പള്ളി പൊളിക്കണം. അവിടെ അത് ഹിന്ദുവിന്റെ ക്ഷേത്രമായിരുന്നു. പള്ളി പൊളിക്കണോ? ഹേ സുരേഷ് ഗോപി, പള്ളി പൊളിക്കണോ? ഉത്തരം പറ. പള്ളികളിൽ ചെന്ന് കയറുന്ന സമയത്ത് പള്ളിയിൽ ആരെങ്കിലും, അത്യാവശ്യം വിവേകത്തിന് കുറവുള്ള ആരെങ്കിലും ഇങ്ങനെ ചോദിച്ചാൽ താൻ എന്ത് മറുപടി പറയൂടോ? തനിക്ക് നാണവും മാനവുമില്ല, പക്ഷെ അവർക്ക് നാണവും മാനവുമുണ്ട്. തനിക്ക് അന്തസ്സും ആഭിയത്യമില്ല, പക്ഷെ അവർക്ക് അന്തസ്സും ആഭിയത്യമുണ്ട്. തനിക്ക് തന്തയ്ക്കും തള്ളയ്ക്കും പറക്കാത്ത, താൻ തന്നെ പറഞ്ഞല്ലോ അടുത്ത ജന്മത്തിൽ ഈ തന്തയ്ക്കും തള്ളയ്ക്കും പറക്കണ്ടാന്ന്. പക്ഷെ അവർ തന്തയ്ക്കും തള്ളയ്ക്കും പറഞ്ഞവർ, അതുകൊണ്ട് അവർ വൃത്തികേട് പറയില്ല. താൻ ഇവിടെ വന്നോ, കുരിശ് വരച്ചോ, ഒരു ഇങ്ങനെ കാണിച്ച് പ്രാർത്ഥിച്ചോ, അവിടെ പോയിട്ട് താൻ മുസ്ലിം ആയിക്കോ, ഇവിടെ പോയിട്ട് ക്രിസ്ത്യാനി ആയിക്കോ, എന്ത് തന്നെ വേഷം കെട്ടിക്കോ, 10 മിനിറ്റ് കാര്യമല്ലേ. വന്നോ, ചായ കുടിച്ചാൽ പൊക്കോ. പായൂർ സെന്റ് തോമസ് ചർച്ച് പൊളിക്കണം, വേണോ? എന്താ തന്റെ അഭിപ്രായം? പുത്തമ്പള്ളി പൊളിക്കണം, അത് വടക്കുന്നായന്റെ സ്വത്താണ്. എന്താ തന്റെ അഭിപ്രായം? മണിപ്പൂര്, മണിപ്പൂരിൽ സ്ഥലത്ത് ക്രിസ്ത്യാനികളില്ല, പള്ളികളില്ല, എല്ലാം പലായനം ചെയ്ത് കഴിഞ്ഞു. അവിടെ പെൺകുട്ടികളെ പിടിച്ച് പൂർണ്ണ നഗ്നരാക്കിയിട്ട് ചെന്നായ്ക്കൾ ചുറ്റും നടിയിലൊരു മാൻകുട്ടിയെ പോലെ നടത്തിക്കൊണ്ടുപോണ കാഴ്ച ലോകമെല്ലാവരും കണ്ടടോ ഈ കണ്ണുകൊണ്ട്. നീയും നിന്റെ അവിടെ ഇരിക്കുന്ന കോപ്പനുണ്ടല്ലോ, മോഡിക്കോപ്പൻ, നിങ്ങൾ മാത്രമേ കാണാതിരുന്നിട്ടുള്ളൂ. നീ പോയിട്ടുണ്ടോടാ മണിപ്പൂരില്? ഇവിടെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നുണ്ടല്ലോ ക്രിസ്ത്യാനികളുടെ പള്ളികളിൽ, മുസ്ലിങ്ങളുടെ പള്ളികളിൽ. മണിപ്പൂരിൽ പോയിട്ടുണ്ടോ? ഏത് ഗാംഗ് പള്ളി പൊളിക്കണമെന്ന് പറയുമ്പോൾ തെറ്റായിട്ടുള്ള നടപടിയെന്ന് പറയാൻ ഒരിക്കലെങ്കിലും നിനക്ക് കഴിയുമോ? അതിനുള്ള ബലമുണ്ടോ നിന്റെ ലിംഗത്തിന്? ധ്യാൻവാവി പള്ളി പൊളിക്കണമെന്ന് പറയുമ്പോൾ ഇതൊക്കെ തെറ്റായ നടപടി എന്ന് പറയാൻ നിനക്ക് കഴിയുമോ? പാനൂർ പള്ളി പൊളിക്കണമെന്ന് പറഞ്ഞോണ്ട് മിണ്ടാതിരിക്കണമെന്ന് പറയാൻ നിനക്ക് കഴിയുമോ? അർത്തുങ്കൽ പള്ളി പൊളിക്കണമെന്ന് പറഞ്ഞ ആളോട് തനിക്ക് എന്തിന്റെ അസുഖമാണോ എന്ന് ചോദിക്കാൻ നിനക്ക് കഴിയുമോ? അടുത്ത ജന്മം ബ്രാഹ്മണനാകണം. ഇപ്പൊ ഇവിടെയുള്ള ആൾക്കാരുടെ അടുത്ത് ഈ വോട്ട് ചോദിക്കാൻ പോകുന്നുണ്ട്. നായരുടെ അടുത്തും പോകുന്നുണ്ട്, ഈഴവന്റെ അടുത്തും പോകുന്നുണ്ട്, പൊലയന്റെ അടുത്ത് പോകുന്നുണ്ട്, പറയന്റെ അടുത്ത് പോകുന്നുണ്ട്, വേട്ടുവിന്റെ അടുത്ത് പോകുന്നുണ്ട്, വിശ്വകർമ്മജന്റെ അടുത്ത് പോകുന്നുണ്ട്. പക്ഷെ അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായിട്ട് ഇങ്ങോട്ട് മാറിയിക്കുക എന്ന് പറയാനുള്ള താല്പര്യവും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. നാണമുണ്ടോടോ തനിക്ക്? എല്ലാം കഴിഞ്ഞ് എല്ലാം തർപ്പണം കുളിപ്പിച്ച് കിടത്തി അവസാനം മുസ്ലിങ്ങളുടെ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ അവരെല്ലാവരും കഴിഞ്ഞതെല്ലാം മറക്കുന്ന രീതിയിൽ ബുദ്ധി കുറവുള്ള ആൾക്കാരാണോ നിന്റെ ആൾക്കാരുടെ പോലെ? അശ്വിനി ഇപ്പൊ കയറി ഇറങ്ങുകയാണ് അവിടെ. ഇപ്പോഴെല്ലാം കയറി ഇറങ്ങേണ്ടത്. നിങ്ങൾ തോൽക്കുന്നുള്ള ഒരു ഉറപ്പാ. അത് കഴിഞ്ഞതിന് ശേഷം, ജൂൺ 4-ാം തീയതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരിക്കൽ കൂടി ഒരു മുസ്ലിം പള്ളി സന്ദർശിക്കുക. ജൂൺ 4-ാം തീയതി കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു മാതാവിന്, വെളങ്ങണ്ണി മാതാവിനോ ലൂർദ് മാതാവിനോ ഒരു കിരീടം, ചെമ്പ് ഒന്ന് സമർപ്പിക്കുക.
എല്ലാം അറിയാമിടോ, എല്ലാം അറിയാം. നിന്റെ ഉള്ളിലിരിപ്പൊക്കെ എല്ലാവർക്കും അറിയാം.